ദയാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ് ഒരർത്ഥത്തിൽ ഈ കവിതയും ഇതിലെ അനുഭവവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ വായിക്കുന്നത്. രോഗങ്ങൾ എന്നാണ് കവിതയുടെ ആകമാനമുള്ള പേര്. എനിക്ക് എത്ര സമയമുണ്ടെന്നാണ്, ദീർഘമല്ല കവിത. എനിക്ക് സീഷേഴ്സ് വന്നപ്പോഴും അതിനെ തുടർന്ന് സിയാറ്റിക്ക എന്ന ഞരമ്പും ഡിസ്കുകളുമായി ബന്ധപ്പെട്ട രോഗം വന്നപ്പോഴും എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചികിത്സ മരുന്നിനേക്കാളേറെ നമ്മൾ ഫിസിയോതെറപ്പി എന്ന് പറയുന്ന ശാരീരിക ചികിത്സ അല്ലെങ്കിൽ അഭ്യാസ ചികിത്സ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ കവിത. ഇതിലെ ഫലിതത്തെ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. അഭ്യാസ ചികിത്സ. ഒരു കാൽ മടക്കി വയ്ക്കുക, മറ്റേ കാൽ മെല്ലെ ഉയർത്തുക. ഉയർത്തുന്നതിനനുസരിച്ച് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കാണാം. പതുക്കെ മലർന്നു കിടക്കുക, രണ്ട് കൈയും ഒന്നിച്ചുയർത്തുക, ശ്വാസം ഉള്ളിലേക്കെടുക്കുക. അപ്പോൾ രാത്രി മെല്ലെ പടരുന്നത് കാണാം. വലതുകാലിന് സമാന്തരമായി ഇടതുകാൽ വെച്ച് വശം ചെരിഞ്ഞ് കിടക്കുക. ഭൂമിയുടെ മറുപുറം കാണാം. ഇനി ശിരസുയർത്തി കമിഴ്ന്ന് കിടക്കുക. മഹാബലി മറഞ്ഞുപോയ അധോലോകം കാണാം. പിന്നെ കാൽമുട്ടുകൾ രണ്ടും മടക്കി നടുവ് ഉയർത്തിക്കിടക്കുക. ചക്രവാളത്തിൽ പുതിയൊരു ഗ്രഹം ഉയരുന്നത് കാണാം. പിന്നെ ഒന്നും കാണാതാവുന്നത് വരെ കണ്ണടച്ച് ഒരു പുതിയ ലോകത്തെ സങ്കൽപ്പിക്കുക. പിന്നെ ഒന്നും കാണാതാവുന്നത് വരെ കണ്ണടച്ച് ഒരു പുതിയ ലോകത്തെ സങ്കൽപ്പിക്കുക. വാർദ്ധക്യം എന്ന് രണ്ടാമത്തെ ഖണ്ഡം. എൻ്റെ ശിരസ് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ കറുപ്പിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഒരു വെളുത്ത മേഘം എൻ്റെ മനസ്സ് ആകാശമാണെന്ന് കരുതി വന്നിറങ്ങിയതിനാലാണ്. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ മഴയുടെ തണുപ്പ് കൊണ്ടല്ല. കാലം ജീവിതത്തിൻ്റെ എഴുതി നിറഞ്ഞ താളുകൾ വേഗം മറിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ശബ്ദം പതറുന്നത് നിങ്ങൾ കരുതും പോലെ ദുഃഖം കൊണ്ടല്ല. വിശ്വാസങ്ങൾ സംശയങ്ങളായി തൊണ്ടയിൽ കുരുങ്ങുന്നത് കൊണ്ടാണ്. എൻ്റെ ചുമൽ മരവിച്ചു പോയത് നിങ്ങൾ കരുതും പോലെ വലിയ വാക്കുകൾ പൊക്കിയത് കൊണ്ടല്ല. പാറ്റയെ കൊല്ലാനോ മാവ് വെട്ടാനോ കൈ ഉയർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ കാൽ തണുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ പല ഭൂഖണ്ഡങ്ങളിൽ നടന്നതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിലെ മണ്ണിൽ നിന്ന് ഒരു ഹിമാലയം വളരുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾ കരുതും പോലെ ഞാൻ മാത്രമല്ല. മരുന്നുകൾ എന്ന ഒരു മൂന്നാമത്തെ കഷ്ടം. ജീവിതം ഒരു രോഗമോ മരുന്നോ എന്ന് ഇപ്പോഴും എനിക്ക് തീർച്ച പോരാ. രോഗമാണെങ്കിൽ അതിനെന്ത് മരുന്ന് വേണമെന്നും മരുന്നാണെങ്കിൽ രോഗത്തിന് എന്ത് പേരിടും എന്നും. ആ ചുവന്ന ഗുളിക അസമത്വം മാറ്റും എന്നതിന് യാതൊരു തെളിവുമില്ല. ആ കാവി ഗുളിക ദേശസ്നേഹം വർദ്ധിപ്പിക്കും എന്നതിനും. രാവിലെ കഴിക്കുന്ന നീല ഗുളിക വാക്കിന് കടൽ പോലെ ആഴം കൂട്ടുമോ? ഉച്ചയ്ക്ക് കഴിക്കുന്ന വെള്ള ഗുളിക സൂര്യനായി മാറി വെയിൽ കൊണ്ടുവരുമോ? വൈകിട്ട് കഴിക്കുന്ന കറുത്ത ഗുളിക ചൂടുകാലത്ത് മഴ പെയ്യിക്കുമോ? രാത്രി കഴിക്കുന്ന പച്ച ഗുളിക കാടും പുഴയും സംരക്ഷിക്കാൻ നന്നോ? ഇരുമ്പ് ഗുളിക കഴിച്ചാൽ
ധർമ്മപുത്രർ കണ്ട നരകം കാണാൻ കഴിയുമോ? ഒരു സ്വർണ്ണഗുളിക കഴിച്ച് യേശു പോയ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയുമോ? അറിയില്ല എന്ന് പറയാനേ അറിയൂ. ഗുളികയാക്കി തന്നാൽ എന്തും പഠിക്കാം എന്ന് ശിഷ്യർ ചരിത്രം മുതൽ തത്വചിന്ത വരെ എല്ലാവർക്കും A+ കിട്ടുന്ന ആ നല്ല കാലം വരേണമേ.